ഹായ് ഗൈസ്, എല്ലാവർക്കും റിയാസ് വില്ലേജ് ഫുഡിലേക്ക് സ്വാഗതം. ഉണ്ടാക്കാൻ വേണ്ട ഒരു ടർക്കിഷ് ഡിഷ് ആയിട്ടില്ലേ, നമുക്കത് ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായ 3 തക്കാളി എടുത്തിട്ട് അതൊന്ന് നടു കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇനി നമുക്കിതൊരു പാനിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനായിട്ട് ഒരു 4 കോഴിമുട്ട പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പാനിൽ വെച്ച് ലേശം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം, അടച്ച് വെച്ച് വേവിക്കണം. ഇതിന് മുകളിൽ തൊലി എടുത്ത് കളയണം. ഇനി നമുക്ക് കുറച്ച് ഇതിന് നടുവിലായിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലെ തൊലി നമുക്ക് ഇതിൽ നിന്ന് ഊതിയെടുക്കണം. ഇതിന് തൊലി പറ്റില്ല. അപ്പോൾ നമ്മൾ ആ തൊലിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ഇതാക്കിയെടുക്കണം. നന്നായിട്ട് വേവിച്ചിട്ട് പേസ്റ്റ് ആക്കിയെടുക്കാൻ മതി. ആ വെളുത്തുള്ളി എല്ലാവരും ഇതിനൊക്കെ കവർ നന്നായിട്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് കുറച്ച് വെല്ലുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വെല്ലുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ സൈഡിലിട്ടിട്ട്. അപ്പോൾ നമ്മളെ ഉള്ളി ഏകദേശമൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും പാടെ ഒന്ന് മിക്സാക്കി നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ഉള്ളി തക്കാളി നന്നായിട്ട് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർക്കാം. 3/4 ടീസ്പൂണ് ക്രഷ് ചില്ലി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി അതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടണം. അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഉള്ളി നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിയും തക്കാളി മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ച കോഴിമുട്ട റൗണ്ടിലിട്ട് കൊടുക്കാം. നമ്മളെ കോഴിമുട്ട എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അതിൽ നമുക്കൊരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ലേശം ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. ഓവറായിട്ടുണ്ട് പാത്രം ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മളെ നല്ല ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് വെച്ച് കൊടുക്കുക എല്ലാത്തിനും കോഴിമുട്ടിൻ്റെ മുകളിലേക്ക്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സംഭവം ഉഷാറാണ്. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചാണ് വേവിക്കുക. ഇപ്പോൾ നമ്മളെ ടർക്കിഷ് ഡിഷ് റെഡി ആയിട്ടുണ്ടിട്ടില്ലേ. സംഭവം നല്ല സ്മെല്ലും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് മെനമൻ. അപ്പോൾ നമുക്കിതൊന്ന് കണ്ട് നോക്കുക. കണ്ടില്ലേ, സംഭവം ഭയങ്കര സൂപ്പറാണ്. ആ മസാലയും ചീസും എല്ലാവരും പാടെ ഇങ്ങനെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടർക്കിഷ് ഡിഷായ മെനമൻ റെഡി ആയിട്ടുണ്ട്. സംഭവം നല്ല സോഫ്റ്റ് സാധനമാണല്ലേ. പിന്നെ മസാലയും കോഴിമുട്ടയും ആ ചീസിൻ്റെ ടേസ്റ്റൊക്കെ പാടെ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയും എല്ലാവർക്കും ബായ്.